പച്ചമാങ്ങ വെച്ചിട്ട് വളരെ വേഗം ചെയ്യാവുന്ന ഒരു അച്ചാറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ എല്ലാം അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി നല്ലെണ്ണ ഒഴിക്കാവേ, നമുക്ക് അച്ചാറുണ്ടാക്കാം. ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കടുക് വറക്കാനുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ കടുക് വറക്കാനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും, എൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഉലുവയും ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ അച്ചാറിന് വേണ്ടിയിട്ടാണ് ഉലുവയും ഇഞ്ചിയും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കടുകും കൂടെ എടുത്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നത്. അപ്പം നമ്മൾ ചെറിയ സ്റ്റൗവിലാണ് പരിപാടി. അതിൻ്റെ ആ ഒരു സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഉലുവ ഇടാം. ഉലുവയിട്ട്, കാരണം കടുക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് പൊട്ടാൻ തുടങ്ങും. അപ്പം അതിനേക്കാൾ ഇച്ചിരി മുപ്പ് കൂടുതലുള്ളതാണ് നമ്മുടെ ഉലുവ. അപ്പം അതിട്ട് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇളക്കണ്ടേ, അത് ആയിക്കോളും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി കടുകും കൊടുക്കാം. രണ്ടും കൂടെ അങ്ങ് മൂത്തോളൂ. അപ്പം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇച്ചിരി മാറി വയ്ക്കണം. അത് നമ്മുടെ ചെറിയ സ്റ്റവും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഇഞ്ചി ഇട്ടു, ഇനി വറ്റൽമുളകും കറിവേപ്പില. ഇത് നന്നായിട്ട് പൊട്ടുന്നുണ്ട് സംഭവം. ഇതിനകത്ത് നമുക്ക് പൊടിയൊക്കെ ചേർക്കാനാണ്. അപ്പോൾ നമ്മൾ ആ പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ ചെറുതായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ നല്ല മൂത്ത് കിടക്കുന്ന ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ, കടുക് വറുത്ത സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അച്ചാർ പരിപാടിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടും. ഇതിപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ നല്ല എരിയുള്ള മുളക് പൊടിയാണ് ഇടുന്നതെങ്കിൽ ഇത്ര മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ല കളറും ഒക്കെ വരും, അത്യാവശ്യം കൊഴുപ്പും വരും. ഇപ്പോഴും എണ്ണ നല്ല തിളച്ചോണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റൗ നിർത്തിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടെ ഇടണം. മഞ്ഞൾ പൊടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മുടെ അത്യാവശ്യ സംഭവങ്ങൾ റെഡിയാകും. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിങ്, കായപ്പൊടി. ഇത് ഇവിടെ കിട്ടുന്ന കായപ്പൊടിയാണ്. ഇച്ചിരി മഞ്ഞ കളറിലിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് വരുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിക്കാം. കാരണം നമുക്ക് ഒരു ഇച്ചിരി ചാറ് വേണമല്ലോ അച്ചാറിന്, അല്ലേ? അപ്പം അത് അച്ചാറിന് ചാറ് വേണമെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ മാങ്ങ വേവിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് കൊടുത്തേച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് സൂക്ഷിക്കണം, കാരണം തിളച്ച എണ്ണയാണ്, അതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. മതിയാവും. അപ്പൊ ഈ നമ്മുടെ സംഭവം സെറ്റ്. ഇനി നമ്മള് ഇത്ര ഇതുപോലെ കൊഴുത്ത ഗ്രേവിയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിത് നമ്മുടെ മാങ്ങയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ഉപ്പും കൂടെ ഇട്ട് മാങ്ങയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ ഗ്രേവി എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാങ്ങയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കൽച്ചട്ടിയാണ് അച്ചാറിടാൻ ഏറ്റവും നല്ലത്. അതെ അതെ, മാങ്ങ ആയതുകൊണ്ട് ഇതിന്റെ പുളി ഇറങ്ങുമല്ലോ. ഏത് അച്ചാറാണെങ്കിലും ആ പുളി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റീൽ പാത്രമോ അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും ശരിയാകത്തില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് കൽച്ചട്ടിയാണ്. ചേർത്തിട്ടുണ്ട്, കൊള്ളാം. നല്ല കണ്ടിട്ട് നല്ല അന്തസ്സുള്ള കളറും കളറൊക്കെ ഉണ്ട്. ഉപ്പ് ചേർക്കണ്ടേ? ഉപ്പ് ചേർക്കണം. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തില്ലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഇനി നമ്മൾ ഈ അച്ചാറിടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം അച്ചാറിട്ട് കഴിഞ്ഞ് ആദ്യത്തെ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കാണുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അത് ഉപ്പ് കുറവായിരിക്കും. ഇത്
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്ക് അരിഞ്ഞതിന് ശേഷം ഉപ്പ് പുരട്ടി കുറച്ച് നേരം വെച്ച് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉള്ള സംഭവമാണ്. നമുക്ക് നേരം ഇല്ലാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യത്തിന് നമുക്ക് ഒരു അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടല്ലോ, ഇപ്പം റൂമിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു അച്ചാറുണ്ടെങ്കിൽ ഒരു കഞ്ഞി കുടിക്കാനോ ഒക്കെ ആണെങ്കിലും നമുക്ക് എളുപ്പമുള്ള പരിപാടി. നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാർ റെഡിയായി. വളരെ ഈസി ആയിട്ട് ടേസ്റ്റ് ഉള്ള അച്ചാർ റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ അച്ചാർ സംഭവം റെഡി ആയിട്ടുണ്ട്. വളരെ വേഗം 5 മിനിറ്റ് അച്ചാർ. ഇത് നമ്മുടെ മാങ്ങ അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമല്ല, അച്ചാർ ഇടാനായിട്ട് ഒരു 5 മിനിറ്റ്. അതെ, അരിയുമ്പോഴേ ചെറുതായിട്ട് അരിയുന്നതാണ് വളരെ വേഗത്തിൽ നമ്മുടെ അച്ചാറാകാനുള്ള എളുപ്പ പരിപാടി. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണം നമുക്കിത് ഒരു കുപ്പിക്കകത്താക്കി വെക്കണം. ചെറിയൊരു പീസ് എടുത്തിട്ട് തുണിയ വീടല്ലേ കൊള്ളാം. ഞാന് ടേസ്റ്റ് ഉണ്ട്. ഇത്ര വേഗം നമുക്ക് ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല. സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അപ്പൊ നമുക്ക് കഞ്ഞിയുടെ ഒക്കെ കൂടെ ഒരു അച്ചാർ നോക്കി അടിപൊളി സാധനം സംഭവം ടേസ്റ്റ്. പിന്നെ നമുക്കിത് കുപ്പിക്കകത്തോട്ട് മാറ്റി വെക്കാം. അപ്പം ഈ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ 5 മിനിറ്റ് അച്ചാർ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ബെല്ലും ഓണൊക്കെ എല്ലാ പരിപാടിയൊക്കെ ചെയ്യാം. കമന്റും ഒക്കെ ഇട്ടു, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇട്ടു, ആരും ഒന്നും പറയത്തില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം നാളെ. അപ്പം ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them